ഹരേ കൃഷ്ണ. മഹാഭാരത കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാണ്ഡുമഹാരാജാവിൻ്റെ കൂടെ പാണ്ഡുമഹാരാജാവിൻ്റെ ഭാര്യ മാദ്രിയും പരലോകം പൂകി. അതിനുശേഷം ആ വനത്തിൽ ഒത്തുകൂടിയ താപസ ശ്രേഷ്ഠന്മാരായ ഋഷിമാർ പറഞ്ഞു, രാജ്യവും രാഷ്ട്രവും വിട്ട് പൂജ്യനായ ആ കീർത്തിശാലി ഈ സ്ഥലത്ത് ഋഷിമാരെ ആശ്രയിച്ച് തപസ് ചെയ്തതാണ്. ഈ ചെറു പൈതങ്ങളെയും കുന്തി ദേവിയെയും നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചാണ് പാണ്ഡു മഹാരാജാവ് സ്വർഗം പ്രാപിച്ചത്. ആ യോഗ്യൻ്റെ മക്കളെയും ഭാര്യയെയും സ്വന്തം രാജ്യത്ത് ഹസ്തിനാപുരിയിൽ എത്തിക്കേണ്ട ചുമതല നമുക്കുള്ളതാണ്. ഇപ്രകാരം പറഞ്ഞ് പാണ്ഡുപുത്രന്മാരായ പഞ്ചപാണ്ഡവന്മാരെ മുമ്പിൽ നടത്തി കുന്തി ദേവിയെയും കൂടെ 2 മൃതശരീരങ്ങളെയും കൊണ്ട്, അതായത് പാണ്ഡു മഹാരാജാവിൻ്റെയും മാദ്രിയുടെയും മൃതദേഹവും കൊണ്ട് ഋഷിമാർ ഭീഷ്മരുടെയും ധൃതരാഷ്ട്രൻ്റെയും സമീപത്തേക്ക് അവരെല്ലാവരും കൂടെ ഏൽപ്പിക്കുവാനായി പുറപ്പെട്ടു. കുന്തി ദേവി ഒന്നും സംസാരിക്കാതെ സങ്കടപ്പെട്ട് അങ്ങനെ നടന്നു. ഹസ്തിനാപുരിയിലെത്തി കുന്തിദേവി കോട്ടവാതിൽക്കൽ നിൽക്കുന്ന കാവൽക്കാരോടായി പറഞ്ഞു, താപസന്മാർ വന്നു നിൽക്കുന്നു എന്ന് രാജാവിനെ അറിയിക്കുക. കാവൽക്കാരറിയിച്ചതോടുകൂടെ ധൃതരാഷ്ട്രരും ഭീമരും തുടങ്ങി ഒരു കൂട്ടം ജനങ്ങൾ തന്നെ അവിടെ വന്നു നിറഞ്ഞു. ബ്രാഹ്മണന്മാരും ബ്രാഹ്മണ സ്ത്രീകളും അനേകം വാഹനങ്ങളിൽ എത്തിച്ചേർന്നു. രാജാവിൻ്റെ മൃതദേഹവും ഭാര്യയായ കുന്തി ദേവിയെയും പഞ്ചപാണ്ഡവന്മാരെയും കാണാനായി വൈശ്യരും ശ്രൂതരും തിക്കിത്തിരക്കി എല്ലായിടവും നിറഞ്ഞു. എല്ലാവരും കൂടെ വന്ന മുനിശ്രേഷ്ഠരെ കണ്ട് കുമ്പിട്ടു തൊഴുതു. കുന്തി ദേവിയുടെ കൂടെ വന്ന മഹർഷിമാർ പറഞ്ഞു, പുത്രന്മാരെ നേടിയ പാണ്ഡു മഹാരാജാവ് ഇന്നേക്ക് 17 ദിവസമായി സിദ്ധി കൂടിയിട്ട് തൻ്റെ ഭർത്താവിനെ ഓർത്തുകൊണ്ട് സ്വയം ആഹൂതി എന്ന വിധം സ്വന്തം ജീവിതം വിട്ട് മാദ്രിയും കൂടെ പോയി. ഇനി നിങ്ങൾ രാജാവിനും ഭാര്യയ്ക്കും വേണ്ടുന്ന ശേഷക്രിയകൾ നടത്തുവിൻ. ഇതാ അവരുടെ മൃതദേഹം. ഇവർ ഉത്തമ പുത്രന്മാരാണ്. ഇവർ പഞ്ചപാണ്ഡവന്മാർ. ഇനി നിങ്ങൾ വേണം ഇവരെ അനുഗ്രഹിക്കുവാൻ. ഇപ്രകാരം കുരുവംശജരോട് പറഞ്ഞ് കൗരവരെല്ലാവരും കാണുകെ തന്നെ ആ മുനിമാരും സംഘവും ക്ഷണത്തിൽ തന്നെ മറഞ്ഞു. ഗന്ധർവ നഗരം പോലെ ആ മുനി സിദ്ധഗണങ്ങൾ ക്ഷണത്തിൽ മറഞ്ഞു പോയതു കണ്ട് എല്ലാവർക്കും അത്ഭുതമായി. ഉടനെ ധൃതരാഷ്ട്രർ പറഞ്ഞു, ഹേ വിതുര, പാണ്ഡുവിൻ്റെ ഇനിയുള്ള ശേഷക്രിയകളെല്ലാം നടത്തണം. രാജാതിരാജനു വേണ്ട വിധം തന്നെ ചെയ്യണം. പശുക്കൾ, വസ്ത്രം, രത്നങ്ങൾ, പലപ്രകാരം ധനങ്ങൾ ഇവയെല്ലാം ഇഷ്ടം പോലെ പാണ്ഡുവിനും മാദ്രിക്കും വേണ്ടി ദാനം നൽകണം. എല്ലാം കുന്തി ദേവിയുടെ ഇഷ്ടം പോലെ വേണം നടത്താൻ. മാദ്രി സംസ്കാരവും അങ്ങനെ തന്നെ വേണം. കാറ്റും വെയിലും ആ ചാരുഗാത്രിയെ തൊട്ടുപോകരുത്. പാണ്ഡു മഹാരാജാവ് പുണ്യവാനാണ്. അവന് സുരപുത്രാപന്മാരായ ഈ 5 മക്കളും ഉണ്ടായല്ലോ. പിന്നീട് വിതുരർ ഭീഷ്മനോടു കൂടെ ചേർന്ന് പാണ്ഡുവിൻ്റെ സംസ്കാരം നടത്തി. വേണ്ട ശേഷക്രിയകളെല്ലാം വളരെ ഭംഗിയായി രാജാതിരാജന് ചേരുന്ന രീതിയിൽ എല്ലാം ചെയ്തു. ഇതെല്ലാം കണ്ട് പാണ്ഡവന്മാരും ഭീഷ്മനും വിതുരരും ധൃതരാഷ്ട്രരും കരഞ്ഞുപോയി. പാണ്ഡു മഹാരാജാവിൻ്റെ അമ്മയായ അംബാലിക നിലവിളിച്ച് കരഞ്ഞ് നിലത്തു വീണു. ബന്ധുക്കളും പാണ്ഡവരും വെറും നിലത്ത് കിടന്ന് പുലയാചരിച്ചു. പാണ്ഡവരോടൊപ്പം ആ നഗരം മുഴുവൻ 12 നാൾ പുലയാചരിച്ചിരുന്നു. പിന്നീട് കുന്തി ദേവിയും രാജാവും യുധിഷ്ഠിരനും ബന്ധുജനങ്ങളും പാണ്ഡുവിന് സ്വതാമൃതമായ പിണ്ഡം വെച്ചു. പിണ്ഡം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് അവിടേക്ക് വേദവ്യാസ മഹർഷി എത്തുകയാണ്. വേദവ്യാസ മഹർഷി തൻ്റെ അമ്മയായ സത്യവതിയോട് പറഞ്ഞു, അമ്മേ, സുഖം അസ്തമിച്ചിരിക്കുന്നു. കാലത്തിൻ്റെ മാറ്റം ദാരുണം തന്നെ. ധർമ്മം നിലച്ചുപോയി. ഇനി വിളയാടാൻ പോകുന്നത് കൗരവന്മാരുടെ അധർമ്മമാണ്. അമ്മേ, അതൊന്നും അമ്മ കാണാതിരിക്കുന്നതാണ് നല്ലത്. കുലത്തിനു തന്നെ താനേ പറ്റുന്ന ആ ക്ഷയം കാണാതിരിക്കുക. അമ്മ തപോവനത്തിൽ ചെന്ന് യോഗം പൂണ്ട് ദേവി നീ വാഴുക. വ്യാസഭഗവാൻ പറഞ്ഞത് ശരിയാണെന്ന് സത്യവതി സമ്മതിക്കുകയായിരുന്നു. സത്യവതി തൻ്റെ മരുമക്കളായ അംബികയെയും അംബാലികയെയും വിളിച്ച്
താൻ വനത്തിൽ പോകുകയാണ്, നിങ്ങൾ വരുന്നോ എന്ന് ചോദിച്ചതും അംബികയും അംബാലികയും പരിപൂർണ സമ്മതത്തോടുകൂടെ തങ്ങളുടെ അമ്മയായ സത്യവതിയുടെ കൂടെ കാട്ടിലേക്ക് പുറപ്പെട്ടു. ആ ദേവിമാർ 3 പേരും ഘോരമായ തപസ് ചെയ്തു. അങ്ങനെ തപോവൃത്തിയിൽ ജീവിച്ച് ദേഹത്യാഗം ചെയ്ത് അഭീഷ്ടമായ ഗതി പൂകി. ഹരേ കൃഷ്ണ.